ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി കൊണ്ട് എയർ ഫ്രയറിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പച്ചമുളക്, ഒരു പകുതി തക്കാളി, അതുപോലെ ഒരു വെളുത്തുള്ളി, ഒരു പകുതി സവാള ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിട്ടല്ലോ ഇതെല്ലാം ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് കനം കുറച്ച് അരിയാൻ പറ്റും അത്രത്തോളം കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ ഒരു ചപ്പാത്തിക്കുള്ള ഒരളവാണ് ഞാൻ പറയുന്നത്. നമ്മൾ 2-3 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു പകുതി സവാള നമ്മളൊരു ചപ്പാത്തിക്ക് എടുക്കുന്നത്, അതന്നെ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ബാച്ചിലേഴ്സിനും ഓഫീസിൽ പോകാൻ അതായത് കുക്ക് ചെയ്യാൻ ടൈമില്ലാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചപ്പാത്തി പരത്തി വെച്ചതില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി നമ്മൾ വാങ്ങിയാലും മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാതും ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചപ്പാത്തിക്കുള്ള അളവാണ് പറയുന്നത്. 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മിനിറ്റോളൊക്കെ ഒന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതും അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങ് തിരിച്ചു മറിച്ച് ഇട്ടെടുത്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിലിക്കൻ്റെ ട്രേ ആണ്. അതിലേക്ക് ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നെയ്യ് വേണമെങ്കിൽ എന്താ വേണ്ടി വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചിട്ട് ചപ്പാത്തി ഇല്ലേ അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ എയർ ഫ്രയറിൻ്റെ ആ ഒരു ട്രേയിലേക്ക് നമുക്ക് ഈ ഒരു ചപ്പാത്തി വെച്ചിട്ടുള്ള സിലിക്കൻ്റെ ഈ പാത്രം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതായത് സവാള, തക്കാളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം അതിലേക്ക് അങ്ങിട്ട് കൊടുക്കുക കേട്ടോ. നിരത്തി എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ അങ്ങിട്ട് കൊടുക്കുക. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ട, അത് ഇതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും ഇതിൽ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട്, ഫോർക്ക് വേണ്ട കേട്ടോ, കാരണം ചപ്പാത്തി ഓട്ടായി പോവും. അതുകൊണ്ട് സ്പൂണോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലായിടത്തേക്കും ഈ കെച്ചപ്പ് ആകുന്ന വിധത്തിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും ഈ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ക്രഷ്ഡ് ചില്ലി മാത്രമല്ല, കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, ക്രഷ്ഡ് ചില്ലി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയും ക്രഷ്ഡ് ചില്ലിയും മിക്സ് ചെയ്തിട്ട് പകുതിയായിട്ട് ചേർത്താലും മതി. അപ്പോൾ അത് എരിവ് അനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. നമ്മൾ പച്ചമുളകും ചേർത്തതാണ്. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മല്ലിയില ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഒരുപാട് നേരം മുന്നേ തന്നെ ചേർത്താൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി 8 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. എനിക്കിത് എയർ ഫ്രയറിൽ കറക്റ്റ് 10 മിനിറ്റാണ് കേട്ടോ കുക്കിംഗ് ടൈം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ 10 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഫുള്ളായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേറെ ഇത് മുട്ട പൊരിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട, പിന്നെ ഓയിലും കുറവാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റ് നോക്കുന്നവർക്കും
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ലാത്തവർക്കും രാത്രി ഡിന്നറിനും ഒക്കെ അടിപൊളിയാണ്. ഇത് കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനും നല്ലതാണ്. കാരണം മുട്ടയും ചപ്പാത്തിയാണെന്ന് തീരെ അറിയില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചീസും ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.